കുറച്ച് തെളിച്ചമുള്ള വീഡിയോ എടുക്കാമല്ലോ എന്ന് കരുതി ബാൽക്കണിയിലേക്കൊന്ന് പോയതാണ്. അമ്പോ എന്തൊരു ചൂട്! റൂമിലെ വിൻഡോ സൈഡിലും ഇതേ അവസ്ഥ. നമുക്ക് പോകാം ചൂടിനെ വെല്ലുന്ന ഒരു അടിപൊളി സ്മൂത്തി ഉണ്ടാക്കാൻ. ആദ്യം തന്നെ ഒരു ഹാഫ് പപ്പായ സ്ലൈസ് ചെയ്ത് മുറിച്ച് പീസാക്കി മിക്സിയിലടിച്ചൊരു ഫസ്റ്റ് ക്ലാസ് പപ്പായ പ്യൂരെ തന്നെ റെഡിയാക്കാം. അതൊരു ബൗളിലേക്ക് മാറ്റിയ ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോഫ്റ്റ് ചിയ സീഡ്സ്, അല്പം ഡയലൂഷന് വേണ്ടി 1 കപ്പ് പാല്, പിന്നെ കുറച്ചൊരു ക്രീമി ടെക്സ്ചർ കിട്ടട്ടെ എന്ന് കരുതി 1 ടേബിൾ സ്പൂൺ ഗ്രീക്ക് യോഗേർട്ട് ചേർത്തു. അതിനുശേഷം കുറച്ച് മധുരത്തിനായി ഏറെ ഹണിയും കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിച്ച ശേഷം നേരെ നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് വേഗത്തിൽ തണുത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ നേരിട്ട് ഫ്രീസറിലേക്കും വെക്കാം. എനിവേസ് ഇറ്റ് വിൽ ബി റെഡി ബൈ 30 മിനിറ്റ്സ്. അങ്ങനെ 30 മിനിറ്റ്സിന് ശേഷം ഒരു വളരെ തണുത്ത പപ്പായ ചിയ സീഡ്സ് പുഡിംഗ് ഈസ് റെഡി ടു സെർവ്. പിന്നെ സെർവ് ചെയ്യുമ്പം അല്പം ക്രഷ്ഡ് ആൽമണ്ട്സും കുറച്ച് ഡ്രിസിൽ ഓഫ് ഹണിയും കൂടെ ചേർത്താൽ പിന്നെ പറയേ വേണ്ട. എൻ്റെ അമ്മോ, യു ആർ ഗോണ സെർവ് എ പെർഫെക്റ്റ് പോസ്റ്റ് ലഞ്ച് ട്രീറ്റ് ഫോർ ദി സ്കോച്ചിങ് സമ്മർ ഡേയ്സ്. ഞാൻ ചുമ്മാ തള്ളുമല്ല, ഇറ്റ്സ് ഇൻഡീഡ് എ കൂൾ ആൻഡ് റിഫ്രഷിങ് ഓപ്ഷൻ ടു ബീറ്റ് ദ ഹീറ്റ്. പിന്നെ ഈ തിരുവല്ല കോഴഞ്ചേരി ശൈലിയിൽ ഇത് പറഞ്ഞാൽ ചൂടൊക്കെ പമ്പ കടക്കും.